എല്ലാ ക്യാമ്പസിലും അക്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചേലക്കരയിലുണ്ടായി, മറ്റു പല ക്യാമ്പസിലുണ്ടായി, പിന്നെ പനമ്പിളിയിൽ, ക്രൈസ്റ്റിൽ, കേരളവർമ്മയിൽ, അസ്മാബി കോളേജിലൊക്കെ KSUവിന്റെ കൊടിമരവും ബോർഡുകളൊക്കെ തകർക്കുകയാണ്. ഇന്ന് ചേലക്കര ക്രൂരാക്രമണം അടിയുണ്ടായി. KSUക്കാരെ അന്യായമായി പുറത്തുള്ള DYFIയുടെ CPMന്റെ നേതൃത്വം കൂടി ഇത് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചാൽ, ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും, ഞങ്ങൾ അതിനെ അതിശക്തമായി നേരിടും. പോലീസിനോട് പറയാനുള്ളത്, പോലീസ് ഇതിനകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, നീതിപൂർവ്വമായി പെരുമാറണം, പക്ഷപാതമല്ലാണ്ട് പെരുമാറണം, ന്യായത്തിന്റെ കൂടെ പോലീസ് നിൽക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ അറിയും, ഞങ്ങൾ സംരക്ഷിക്കും, കോൺഗ്രസ് സംരക്ഷിക്കും. ഏതെങ്കിലും ഞങ്ങളുടെ കുട്ടികൾക്ക് പിന്നെ അന്യായമായ ഞങ്ങളുടെ കുട്ടികളെ വേദനിപ്പിച്ചാൽ ആ വേദനിപ്പിച്ച് ഞങ്ങൾ അതിശക്തമായ തിരിച്ചടി കൊടുക്കും. ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം ക്ഷമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വിദ്യാർത്ഥികളുടെ പിന്നെ പ്രതിഭാവസരം നഷ്ടപ്പെടത്തിലുള്ള ഒരു പ്രയാസത്തിൽ ഞങ്ങൾ നിൽക്കുകയാണ്. പിന്നെ ആംബുലൻസ് ഇവിടെ മാള പള്ളി കമ്മിറ്റിയുടെ ആംബുലൻസിലാണ് കുട്ടികളെ കൊണ്ടുപോയത്. ആ ആംബുലൻസ് തല്ലി തകർത്തു. ആംബുലൻസ് തല്ലി തകർത്തതിന്റെ പേരിൽ നോൺ ബിലീവബിൾ കേസ് എടുക്കണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. പോലീസിന് ഞങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുകയാണ്. ഞങ്ങൾ ജില്ലാ പോലീസ് സൂപ്രണ്ടിനോടും DYSPയോടും സിയോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് പക്ഷപാതമായി പെരുമാറരുത്, കുട്ടികളുടെ വിഷയമാണ്, നീതിയുടെ കൂടെ നിൽക്കണം, ന്യായത്തിന്റെ കൂടെ. ഞങ്ങൾക്ക് തല്ലുകൂടും, ഞങ്ങൾ ക്രൂരമായി മർദ്ദനം ഏറ്റിട്ടുണ്ട്. ഒരു കുട്ടിയുടെ കണ്ണ് തകർന്നു പോകാന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കിയേ, ഒരു ജീവിതം തകർന്നു പോയതിന് തുല്യമല്ലേ? അത്തരം കാര്യങ്ങൾ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. ഉറപ്പായും ഇനി SFI ഞങ്ങളുടെ മേല് പുറത്തുള്ള CPMന്റെ DYFIക്കാരും പിന്തുണയോട് കൂടി ഞങ്ങളുടെ കുട്ടികളുടെ മേലിൽ തൃശ്ശൂർ ജില്ലയിൽ അന്യായമായി അക്രമം അഴിച്ചു വിട്ടാൽ അസല് തിരിച്ചടി ഞങ്ങളുടേത് കിട്ടും. ഒരു കോംപ്രമൈസ് ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ സംരക്ഷിക്കും. ഞങ്ങളുടെ മക്കളെ പോലെ ഞങ്ങൾ KSUക്കാരെ സംരക്ഷിക്കും.